ഹലോ ഗൈസ്, സ്റ്റാൻഡേർഡ് 1 ആനുവൽ ഇവാലുവേഷൻ 2024-25 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിപ്പം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലിസൺ ആൻഡ് ഡു ആണ്. അതായത് ഇൻസ്ട്രക്ഷൻസ് വായിച്ചിട്ട് സ്റ്റോറി റിലേറ്റഡ് ആയിട്ട് വരുന്ന സെൻറ്റൻസസ് റീഡ് ചെയ്യുമ്പം അത് അവർ മാച്ചായിട്ട് തോന്നുന്ന പിക്ചറിൽ ടിക്ക് ചെയ്യാനായിട്ടായിരുന്നു. അത് അവർക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഒന്നുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ആക്ടിവിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ കുറച്ച് നന്നായി പഠിക്കുന്ന കുട്ടികൾക്കും കുറച്ച് ബാക്കോട്ട് നിൽക്കുന്ന കുട്ടികൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നൊരു പ്രവർത്തനമായിരുന്നു. അത്യാവശ്യം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരു നല്ലൊരു പേപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് 1 സിലബസ് മാറിയതാണ്. അത്യാവശ്യം വോള്യൂംസ് നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചോദ്യപേപ്പർ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ആശയക്കുഴപ്പം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഹൂ ആം ഐ. ഓക്കെ, അപ്പം ആ സെൻറ്റൻസസ് വായിച്ചിട്ട് അത് ആരാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം അത് അവർക്ക് അത്രയും സുപരിചിതമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയായിരുന്നു ഈ ഒരു രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഡിഫറൻസസ് ആണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഈ 5 പ്രവർത്തനങ്ങളിൽ ഒന്നും കൂടെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്ത്. കാരണം അവർക്ക് ഡിഫറൻസസ് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ച് അത് എഴുതി വരാനായിട്ട് കുറച്ച് പ്രയാസം തോന്നിയൊരു ആക്ടിവിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. ദെൻ അടുത്ത ആക്ടിവിറ്റി കോൺവെർസേഷൻ ആണ്. സെയിം ആക്ടിവിറ്റി നമ്മുടെ ബീഹൈവ് ആക്ടിവിറ്റി ബുക്കിലുണ്ട്. അതിൽ മദറും അതുപോലെ സിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരുന്നു. അതും നന്നായിട്ട് ചെയ്യാൻ പറ്റി. എന്നിരുന്നാലും കുറച്ച് നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു സ്കാഫോൾഡിങ് അവർക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ദെൻ അടുത്ത ലാസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആഡ് മോർ ലൈൻസ് ആയിരുന്നു. ആഡ് മോർ ലൈൻസ് ആ ഒരു 8 ലൈൻസ് വായിച്ചിട്ട് അതിൻ്റെ കണക്ഷൻ വെച്ചിട്ട് അടുത്ത ഒരു 3 ലൈൻസ് അവർക്ക് മേക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. കാരണം അവർക്ക് ആ ഒരു അനിമൽസൊക്കെ അവർക്ക് നന്നായിട്ട് അനിമൽസ് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് അവർ പഠനോത്സവത്തിൽ അവർ സ്കിറ്റായിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ അവർക്കത് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈസ്, എനിക്ക് അത്യാവശ്യം നല്ലൊരു പേപ്പറായിട്ടും നല്ലൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് എനിക്ക് ഈ ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്, നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.